ഹായ് വെൽക്കം ടു സോക്കർ കോച്ച് പ്രസാദ്. ഒരു കളിക്കാരനെ ഡിഫൻഡറിൽ നിന്ന് വേർതിരിക്കുന്നത് സ്പീഡ് മാത്രമല്ല, ശരിയായ സമയത്ത് ചെയ്യുന്ന ഒരു ചെറിയ മൂവാണ്. ഇന്ന് എല്ലാ ഫുട്ബോൾ കളിക്കാരും പഠിച്ചിരിക്കേണ്ട 5 പ്രധാന സോക്കർ മൂവ്സാണ് നമ്മൾ കാണാൻ പോകുന്നത്. അവസാനം വരെ കാണൂ, കാരണം ഈ 5 മൂവുകൾ നിങ്ങളുടെ ബോൾ കൺട്രോളും മാച്ച് പെർഫോമൻസും അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകും. ഗ്രൗണ്ടിൽ മാർക്ക് ചെയ്ത ഭാഗത്ത് വരുമ്പോൾ ചെയ്യേണ്ട മൂവ്സുകളാണ്. അതിലൊന്ന് ഇൻസൈഡ് കട്ട്. ഇവിടെ പന്തിൻ്റെ ഉൾഭാഗം, അതായത് ഇൻസൈഡ് ഫുട്ട് ഉപയോഗിച്ചാണ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത്. ഇത് വളരെ സേഫായ ഒരു മൂവാണ്. പ്രഷറുള്ള സമയത്ത് ബാൾ പൊസിഷൻ നിലനിർത്താൻ ഇൻസൈഡ് കട്ട് വളരെ സഹായിക്കും. ശ്രദ്ധിക്കേണ്ടത്, തല ഉയർത്തി നോക്കുക, ബോൾ ശരീരത്തോട് ചേർത്ത് നിർത്തുക, ലോ ബോഡി പൊസിഷൻ നിൽക്കുക. കട്ട് ചെയ്ത ഉടനെ അടുത്ത സ്പേസിലേക്ക് അറ്റാക്ക് ചെയ്യുക. വലിയ സ്വിങ്ങിൻ്റെ ആവശ്യമില്ല, ചെറിയ കൺട്രോൾഡ് ടച്ച് മതിയാവും. ഇത് തുടർച്ചയായി പരിശീലിക്കുക. അടുത്തത് ഔട്ട്സൈഡ് കട്ട്. പന്തിൻ്റെ പുറത്തുള്ള ഭാഗം, അതായത് കാലിൻ്റെ ടോ ഭാഗം ഉപയോഗിച്ച് പന്തിനെ ഒരു ദിശയിലേക്ക് തള്ളുന്നതാണ് ഈ മൂവ്. എപ്പോൾ ഉപയോഗിക്കാം? ഒരു ഡിഫൻഡർ നേരെ മുന്നിൽ വരുമ്പോൾ, അല്ലെങ്കിൽ വേഗത്തിൽ ദിശ മാറ്റി മുന്നോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ. ശ്രദ്ധിക്കേണ്ടത്, ശരീരം താഴ്ത്തി നിൽക്കുക, പ്ലാന്റ് ഫുട്ട് പന്തിനടുത്ത് വയ്ക്കുക, ചെറിയ സ്പർശമല്ല, നിയന്ത്രണത്തോടെ ശക്തമായ കട്ട് നൽകുക. കട്ട് ചെയ്ത ഉടനെ എക്സ്പ്ലോസീവ് ആക്സലറേഷൻ. റിമെമ്പർ, കട്ട് മാത്രം ചെയ്താൽ പോരാ, കട്ട് കഴിഞ്ഞുള്ള ആദ്യ 3 ടച്ചസാണ് ഡിഫൻഡറെ പിന്നിലാക്കുന്നത്. അടുത്തത് സ്ലാപ്പ് കട്ട്. ഈ മൂവിൽ പന്തിനെ ശക്തിയായി സൈഡിലേക്ക് സ്ലാപ്പ് ചെയ്ത് ഉടനെ അതിൻ്റെ പിന്നാലെ എക്സ്പ്ലോഡ് ചെയ്യുകയാണ്. 1v1 സിറ്റുവേഷനിൽ വളരെ എഫക്റ്റീവായ മൂവാണിത്. ശ്രദ്ധിക്കേണ്ടത്, ബോളിനെ ശരീരത്തിൽ നിന്ന് വളരെ അകലെ സ്ലാപ്പ് ചെയ്യരുത്. കട്ട് ചെയ്ത ഉടനെ 2 അല്ലെങ്കിൽ 3 ക്വിക്ക് ടച്ചസ് എടുത്ത് മുന്നോട്ട് പോകണം. പന്ത് കൺട്രോൾ ചെയ്യുന്നതും സ്പീഡ് നിലനിർത്തുന്നതും ഒരുപോലെ പ്രധാനമാണ്. അടുത്തത് ഡബിൾ കട്ട്. ആദ്യം ഇൻസൈഡ് കട്ട് ചെയ്യുക, അതോടെ ഡിഫൻഡർ ആ ഡയറക്ഷനിലേക്ക് കമ്മിറ്റ് ചെയ്യും. ഉടനെ ഔട്ട്സൈഡ് കട്ട് ചെയ്ത് മറുവശത്തേക്ക് എക്സ്പ്ലോഡ് ചെയ്യുക. ഇതാണ് ഡിഫൻഡറിനെ തെറ്റായ ദിശയിലേക്ക് അയക്കുന്ന ട്രിക്ക്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്ലോ ആയി തുടങ്ങുക, ടെക്നിക് പെർഫെക്റ്റ് ആക്കുക, ശേഷം സ്പീഡ് കൂട്ടുക. ഗെയിം സ്പീഡിൽ ചെയ്യുമ്പോഴാണ് ഈ മൂവ് ഏറ്റവും ഡേഞ്ചറസ് ആവുന്നത്. അവസാനത്തെ മൂവാണ് ട്വിസ്റ്റ് ഓഫ്. ബാക്ക് അല്ലെങ്കിൽ സൈഡ് പ്രഷർ ഉള്ളപ്പോൾ ശരീരം റൊട്ടേറ്റ് ചെയ്ത് ഡിഫൻഡറിൽ നിന്ന് പന്തിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പുതിയ ഡയറക്ഷനിൽ പുറത്തേക്ക് വരുന്നതാണ് ഈ മൂവ്. ഇവിടെ ബാലൻസ് വളരെ പ്രധാനമാണ്. ബോഡി ആദ്യം തിരിയണം, ബോൾ പിന്നീട് ഫോളോ ചെയ്യണം. ശ്രദ്ധിക്കേണ്ടത്, തല ഉയർത്തി പിടിക്കുക, സ്പേസ് കാണുക, ട്വിസ്റ്റ് ചെയ്ത ഉടനെ ആക്സലറേഷൻ. ഈ 5 മൂവ് ദിവസവും 10 മുതൽ 15 മിനിറ്റ് വരെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ ബോൾ കൺട്രോൾ, കോൺഫിഡൻസ്, ഡയറക്ഷൻ ചേഞ്ച്, മാച്ച് പെർഫോമൻസ് എന്നിവയിൽ വലിയ മാറ്റം കാണാം. Remember, great players are made by daily practice. See you in the next training session.